കാന്തി കാണുവാൻ കണ്ണിനാകേണമേ. ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 7.5 ലക്ഷം രൂപ കൊടുത്ത് കമ്പ്യൂട്ടർവൽക്കരണം നടപ്പാക്കുന്നതിൻ്റെ ഗുണഭോക്താക്കൾക്കുണ്ടാകുന്ന സഹായങ്ങൾ ഇവിടെ സ്വാഗത പ്രാസംഗികനും അധ്യക്ഷനും വിവരിച്ചു. ഇനി മറ്റ് തടസ്സങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ MLAയുടെ സുസ്ഥിര വികസന ഫണ്ടിൽ നിന്ന് 12.5 കോടി രൂപ ഈ ട്രാൻസ്പോർട്ട് ഓഫീസിൻ്റെ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാറ്റിവെച്ചിട്ടുണ്ട്. മുഖച്ഛായ മാറ്റുന്നതോടൊപ്പം തന്നെ അതെങ്ങനെ വേണം എന്ന് ആലോചിക്കുന്നതിന് വേണ്ടി കേരളത്തിലെ എല്ലാ എഞ്ചിനീയറിംഗ് കോളേജുകളെയും ആർക്കിടെക്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി സമീപിക്കുകയും മലയാള മനോരമയുടെ നേതൃത്വത്തിൽ ഫ്രാൻസിൽ നിന്നും ഇറ്റലിയിൽ നിന്നും പോലും നമുക്ക് ഇതിൻ്റെ സ്ട്രക്ചറൽ ഡെവലപ്മെൻറ്റിനുള്ള രൂപരേഖ വരച്ചു കിട്ടിയിട്ടുണ്ട്. KSRTC മാനേജ്മെൻറ്റും ഗവൺമെൻറ്റും തമ്മിൽ ധാരണയായി കഴിഞ്ഞാൽ പണി നമുക്ക് തുടങ്ങാവുന്നതാണ്. ഇപ്പം നമുക്കറിയാം, നമ്മുടെ ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ സാറും നമ്മുടെ പ്രിയങ്കരായ CMD പ്രമോദ് ശങ്കർ സാറും വന്നതിന് ശേഷം ഈ KSRTC തലത്തിൽ തന്നെ നിരവധി പ്രവർത്തനങ്ങളാണ് നമ്മുടെ നടന്നുകൊണ്ടിരിക്കുന്നത്.